അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ധർമ്മടത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ശ്രീ പിണറായി വിജയന് മരപ്പട്ടി അടയാളത്തിൽ വോട്ട് ചെയ്യുക എന്ന് എഴുതി വെക്കേണ്ട ഗതികേടിലേക്കാണ് CPM പോകുന്നത്. എന്നിട്ട് ബോംബുണ്ടാക്കുക, എതിരാളികളെ കൊല്ല, നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡീജനറേഷനാണ്, ജീർണത ബാധിക്കുകയാണ് ആ പാർട്ടിക്ക്. BJPയുമായിട്ട് മത്സരമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, തീവ്ര വലതുപക്ഷ ലൈനാണ് എല്ലാ കാര്യത്തിലും. ജയിക്കും. ജനങ്ങളുടെ ഹൃദയത്തിലാണ് ഷാഫിയുടെ സ്ഥാനം, ജനങ്ങളുടെ ഹൃദയത്തിൽ. അവിടുന്ന് ജനങ്ങള് ഇതുപോലത്തെ ഒരു മുത്തിനെ അവരുടെ ജനപ്രതിനിധിയാക്കാൻ കിട്ടിയ അവരത് വെറുതെ കളയ അവസരം വെറുതെ തന്നത് ഷാഫി പറമ്പിലെ നിങ്ങൾക്ക്. നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ് തന്നിരിക്കുന്നത്, ഹൃദയത്തിലേക്ക്. നിങ്ങൾ ആ ഹൃദയത്തിലേക്കാണ് ഷാഫി പറമ്പിലിനെ ഏറ്റെടുത്തത്. ആരെന്ത് സർവേ നടത്തിയാലും ഏത് സർവേ നടത്തിയാലും ഉജ്ജ്വലമായ ഭൂരിപക്ഷത്തിൽ ഷാഫി പറമ്പിൽ ജയിക്കും. ഇപ്പൊ അവിടെ ഡീൻ കുര്യാക്കോസും ഹൈബി ഈടനൊക്കെ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നവരാ. രാഹുൽ ഗാന്ധി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നവരാ. അപ്പൊ ഞാനൊരു മത്സരം വയ്ക്കുകയാണ്. രാഹുൽ ഗാന്ധി കഴിഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ആർക്കായിരിക്കും? നിങ്ങളുടെ മുമ്പിൽ അവിടെ ഹൈബി ഈടനുണ്ട്, അപ്പുറത്ത് ഡീൻ കുര്യാക്കോസ് ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഭൂരിപക്ഷം വെച്ചിട്ടാകുമ്പോ അത് കവർ ചെയ്ത് ഷാഫി പറമ്പിലിനെ ജയിപ്പിക്കണം. ഈ ക്രിമിനലുകൾക്കുള്ള മറുപടിയാണ് ഇത്, ഇവർക്കുള്ള താക്കീതാണ്. ഇവരിങ്ങനെയല്ല കേരളം ഭരിക്കേണ്ടത്. എന്നോട് LDF സ്ഥാനാർത്ഥികൾ MLA-മാരായിരുന്നവരൊക്കെ എന്നോട് പറഞ്ഞു പുറത്തിറങ്ങാൻ വയ്യ. അപ്പൊ ഞാൻ ചെന്ന ചൂടാണ്. അതല്ല, ആളുകളെ കാണാൻ പറ്റുന്നതാ, പ്രത്യേകിച്ച് സ്ത്രീകളെ. ഞാൻ അതെന്താ കണ്ട അപ്പ ചോദിക്കാണ് പെൻഷൻ ഒരു രക്ഷയില്ല. 55 ലക്ഷം പേർക്കാണ് പെൻഷൻ കൊടുക്കാനുള്ളത്, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ. പിന്നെ വേറെ 45 ലക്ഷം പേർക്ക് ക്ഷേമനിധി പെൻഷൻ കൊടുക്കാൻ ഇല്ലേ? 1 കോടി ആളുകൾക്കാണ് പെൻഷൻ കൊടുക്കാനുള്ളത് 7 മാസമായിട്ട്. സർക്കാർ ആശുപത്രിയിൽ മരുന്നുണ്ടോ? മരുന്ന് കമ്പനികൾക്ക് കൊടുക്കാനുള്ളത് കോടിക്കണക്കിന് രൂപയാണ്. മാവേലി സുഹൃത്ത് വല്ലതുണ്ടോ? വിതരണക്കാർക്ക് കൊടുക്കാനുള്ളത് കോടികളാണ്. കരാറുകാർക്ക് കൊടുക്കാനുള്ളത് 16,000 കോടി രൂപയാണ്. ഇവിടെ പെൻഷൻകാരുണ്ടാവുമല്ലോ ഇല്ലേ? കുടിശ്ശിക ഇല്ല, DR കുടിശ്ശിക, പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക. പെൻഷൻകാർക്കും ജീവനക്കാർക്കും കൂടി കൊടുക്കാനുള്ളത് 40,000 കോടി. സ്കൂള് കൂട്ടിയിട്ട് ഭാഗ്യം. കാരണം ഹെഡ് മാസ്റ്റർ HMS പോക്കറ്റിൽ നിന്ന് കാശെടുത്ത ഉച്ചക്കഞ്ഞിക്ക് കാശ് കൊടുത്തിരുന്നു. 6 മാസമായി അവർക്ക് പൈസ കൊടുത്തിട്ട് ഒരു നയാ പൈസയില്ല. പഞ്ചായത്തുകാര് ഒരു ഗഡു കിട്ടി, പിന്നെ ഗോപി പഞ്ചായത്തില് ഒരു പൈസ കിട്ടിയിട്ടില്ല. ഒരു പൈസ. ഞാൻ പറഞ്ഞു ഖജനാവിൽ പൂച്ച പെറ്റ് കിടക്കാന്ന്. അപ്പൊ ധനകാര്യമന്ത്രിക്ക് ഭയങ്കര വിഷമം. അങ്ങനെ പറയാമോ? മോശമല്ല. ഞാൻ പറയാൻ കാര്യം, എന്റെ വീട്ടിൽ കുറെ പൂച്ചയുണ്ട്. അപ്പൊ ഈ പൂച്ച പ്രസവിക്കാൻ നേരത്തെയുള്ള പ്രാണം കാണും. 2 ദിവസം ഇങ്ങനെ അന്വേഷിച്ച് നടക്കും. എന്നിട്ട് ആരും കയറാത്തൊരു മൂലയിൽ, ആരും വരാത്തൊരു സ്ഥലത്ത്, ഒരു ആക്ടിവിറ്റിയും നടക്കാത്തൊരു സ്ഥലം കണ്ടുപിടിച്ച് പൂച്ച അവിടെ പ്രസവിക്കും. ഇപ്പൊ കേരളത്തിൽ പൂച്ചയ്ക്ക് പ്രസവിക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് സ്ഥലം അറിയാല്ല, സർക്കാരിന്റെ ഖജനാവ്. ഇനി കുറെ നാളത്തേക്ക് ഒന്നും ഉണ്ടാവില്ല. ഏകദേശം ഒരു തീരുമാനം യഥാർത്ഥ സ്ഥിതിയിലാക്കിയിട്ടാണ് നിൽക്കുന്നത്. അഹങ്കാരത്തിന് വല്ല കുറവുണ്ടോ? അഹങ്കാരത്തിന് ധിക്കാരത്തിന് വല്ല കുറവുണ്ടോ? അവിടെ ഒരു ഫാസിസ്റ്റ് ഗവൺമെന്റ് ഭരിക്കുകയാണ്. വർഗീയത അതവരുടെ ആളുകളെ ഭിന്നിപ്പിക്കുക, തമ്മിലടിപ്പിക്കുക. 10 കൊല്ലമായി ഭരിക്കുന്ന ഒന്നും പറയാനില്ല ആളുകളോട്.